അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, പരിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ ഒരിക്കലും ആദ്യത്തെ ആവേശം നമ്മിൽ നിന്നും ചോർന്നു പോകാൻ പാടില്ല. ആവേശം അധികരിക്കുകയാണ് വേണ്ടത്. പരിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ നമുക്ക് വേണ്ടി എഴുതുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാൻ ഷരീഫിൻ്റെ അവസാനത്തെ രാവായി കഴിഞ്ഞാൽ യഗ്ഫിറുല്ലാഹു ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്നതാണ്. ഒരുപാട് ആളുകൾക്ക് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, അത് ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറിൻ്റെ രാവാണോ? അത്രയും പ്രാധാന്യത്തോടുകൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറഞ്ഞത്. അതുകൊണ്ടാണ് സഹാബി അങ്ങനെ ചോദിക്കുന്നത്, ലൈലത്തുൽ ഖദറിൻ്റെ രാവാണോ നബിയെ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈലത്തുൽ ഖദറിൻ്റെ രാവൊന്നുമല്ല, അത് സ്വാഭാവികമായൊരു നടപടിക്രമം മാത്രമാണ്. സ്വാഭാവികമായ നടപടിക്രമമോ? അതെന്താ സ്വാഭാവികമായ അതൊരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. അതെന്താണത്? സാധാരണ ജോലി ചെയ്ത ആളുകൾക്ക് അവരുടെ ജോലിക്കുള്ള കൂലി പൂർത്തീകരിച്ചു കൊടുക്കുന്നത് അവസാന നിമിഷങ്ങളിലാണ്. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. റമളാൻ ഷരീഫിൻ്റെ 1 മുതൽ അവസാന ഭാഗം വരെ നന്മയുമായിട്ട് കൂടുന്ന വിശ്വാസികൾക്ക് അന്ന് വരെ ചെയ്തേക്കുന്ന എല്ലാ നന്മയുടെയും പ്രതിഫലം പൂർണ്ണമായ നിലയിൽ രേഖപ്പെടുത്താൻ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് അവസാനത്തെ രാവിലാണ്. ബഹുമാനികളെ, അവസാനത്തെ രാവ് വരെ നമ്മൾ നന്മ ചെയ്യും. അവസാനത്തെ രാവായി കഴിഞ്ഞാൽ നമ്മൾ അശ്രദ്ധയിലായി പോകും. നമുക്ക് വേണ്ടി നാം ചെയ്തേക്കുന്ന നന്മയുടെ പ്രതിഫലം പൂർത്തീകരിച്ച് എഴുതുന്ന സമയത്ത് നാം നന്മയുമായിട്ട് കൂടുന്നില്ല എങ്കിൽ വളരെയധികം വലിയ അബദ്ധമാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവസാനത്തെ രാവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമളാൻ ഷരീഫിൻ്റെ അവസാന ഭാഗമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകി അനുഗ്രഹിക്കുന്നതാണ്. ബിഅദദി മാ അഅ്തഖ മിൻ അവ്വലി ശഹ്രി ഇലാ ആഖിരിഹി, റമളാൻ ഷരീഫിൻ്റെ 1 മുതൽ അവസാന ഭാഗം വരെ എത്ര ആളുകളെ നരകമോചനത്തിന് വിധേയമാക്കിയിട്ടുണ്ടോ ആ എണ്ണത്തിനനുസരിച്ച് റമളാൻ ഷരീഫിൻ്റെ അവസാന ഭാഗത്ത് എന്ത് ചെയ്യുന്നു? അല്ലാഹു തആല അടിമകളെ നരകമോചനം നൽകി അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. റമളാൻ ഷരീഫിൻ്റെ 1 മുതൽ അവസാന ഭാഗം വരെ എത്ര പേർക്ക് അല്ലാഹു തആല നരകമോചനം നൽകിയിട്ടുണ്ടോ ആ എണ്ണത്തിനനുസരിച്ച് റമളാൻ ഷരീഫിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകി അനുഗ്രഹിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ബഹുമാനികളെ, ഒരിക്കലും അശ്രദ്ധമായി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ എല്ലാ നന്മയും കരസ്ഥമാക്കിയവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ ഷരീഫ് കൊണ്ട് വിജയിച്ചവരിൽ അല്ലാഹു തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് എല്ലാ നിലയിലും എല്ലാ മേഖലയിലും ഉന്നതമായ വിജയം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.